വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം 52-ാം തിരുവചനം. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു. എളിയവരെല്ലാം ഉയർത്തപ്പെടുന്നു. ആരാണ് ഈ എളിയവര്? നമുക്കറിയാം, അഹങ്കാരികളെല്ലാം ചിതറിക്കപ്പെടുന്നുണ്ട്. യഹൂദന്മാരിലെ ഫരിസേയരും നിയമജ്ഞരും ദൈവജനം എന്ന വിധത്തിൽ അഹങ്കരിക്കുകയും അവർ ദൈവത്തെ തന്നെ നിഷേധിച്ച് തങ്ങളുടെ നീതി സ്ഥാപിക്കുകയും ചെയ്തു. അവർക്ക് അവരുടെ രാജ്യം പോലും നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സ്വീകരിക്കുവാനോ ദൈവരാജ്യത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കാനോ അവർക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ എളിയവരായ വിജാതീയര് സുവിശേഷം സ്വീകരിക്കുകയും ദൈവരാജ്യത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് അവരോഹിക്കപ്പെടുകയും ചെയ്തു. ആദി മനുഷ്യൻ്റെ ആദത്തിൻ്റെ പാപത്തോടുകൂടി മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഉന്നത സ്ഥാനങ്ങൾ, അവൻ്റെ ചിന്താമണ്ഡലത്തിൽ, അവൻ്റെ ഇച്ഛാശക്തിയുടെ മണ്ഡലങ്ങളിൽ എല്ലാം ആ ഉന്നതമായ സ്ഥാനങ്ങളിൽ, സിംഹാസനങ്ങളിൽ പൈശാചിക അരൂപികൾ സ്ഥാനമേറ്റു. അഹങ്കാരത്തിൻ്റെയും അഥവാ എല്ലാ മൂലപാപങ്ങളുടെയും ഇരിപ്പിടമായിട്ട് മനുഷ്യൻ്റെ ഹൃദയ സിംഹാസനങ്ങൾ മാറ്റപ്പെട്ടു. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം സ്വീകരിച്ച എളിയവരായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്നും അവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഈ ശക്തന്മാരുടെ സിംഹാസനങ്ങളെല്ലാം മറിച്ച് ശക്തന്മാരെ ബഹിഷ്കരിച്ച് ഈ എളിയവരെ വീണ്ടും അവിടെ അവരോധിക്കപ്പെട്ടു. കർത്താവ് ആദിയിൽ സജ്ജമാക്കിയിരുന്ന ആ മനുഷ്യൻ്റെ ഉന്നത സ്ഥാനത്തേക്ക്, ഉന്നത പദവിയിലേക്ക്, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് അവർ അവരോധിക്കപ്പെടുന്നു. അവരെ അതിനുശേഷം പൈശാചിക അരൂപികൾ ഭരിക്കാതെ തങ്ങളുടെ ചിന്ത, തങ്ങളുടെ തീരുമാനം എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവഹിതപ്രകാരം ആയിത്തീരുവാൻ കാരണമായി തീർന്നു. മനുഷ്യനെ ഉള്ളിൽ നിന്ന് ഭരിക്കുന്ന ശക്തിയുള്ള എല്ലാ തിന്മകളെയും ബഹിഷ്കരിച്ചിട്ട് അവരുടെ സ്ഥാനങ്ങൾ, സിംഹാസനങ്ങൾ മറിച്ചിട്ടിട്ട് എളിയവരായ ദൈവമക്കളെ അവിടുന്ന് ഉയർത്തി. ഹാവ് എ ബ്ലെസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു.